പിടക്കുന്ന കരളുള്ളിൽ മുഖവത്തി മധുരത്തെ ഒരുക്കിച്ച് പെണ്ണാളെ സദസ്സിന് വന്ദനം. എന്തൊക്കെയുണ്ട് വിഷയം? അത് പുതിയതാ എത്താഴ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? നിങ്ങളൊക്കെ ആന്ന് പറയും. ഹലോ ഒന്നും കൂടെ. ഹലോ ബാസ് കൂട്ടിയിട്ട് ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിട് അത്ര മോശമൊന്നല്ല. താങ്ക് യു. ആ കൊമ്പങ്ങാട് തറവാട്ടിലായി ഈശ്വര പ്രാർത്ഥന. അത് ഒരു പാടും. പാടിയൊക്കെ പാടോ? ഉറപ്പാ? റെഡിയാ? ഇപ്പം പാടുമ്പോ കൂടെ പാടൂലേ? ഉറപ്പല്ലേ? കുറച്ചുകൂടെ ഫ്രണ്ട് വന്ന, കുറച്ചുകൂടെ ഫ്രണ്ട് വന്ന. അവിടെ ഓക്കെ. പാടിയൊക്കെ പാടിയൊക്കെ. കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ. ഓ ഒറ്റക്കാക്ക് നല്ലൊരു കയ്യടി അടിച്ചാണ്. അതാണ് സാറായടാ, അടിപൊളി. ഇവിടെ എന്താ അവതരിപ്പിച്ചാലും ഓരുണ്ട് കട്ടക്ക്. ഹലോ
വെച്ചിട്ടല്ല. അപ്പം നിങ്ങൾ നല്ല കൈ അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? സപ്പോർട്ട് ചെയ്യൂലേ? ഉറക്കനെ നമ്മളെപ്പോഴും പാടി തന്നെ കേട്ടോ. നിന്ന് ഡാൻസ് കളിച്ചോളി. അപ്പം എന്താണ് അതിൻ്റെ ബോററിയില്ല. ഹലോ ഹലോ. മാപ്പിള പാട്ടിസ്റ്റ് ഉണ്ടാവും, ഹലോ അതും കൂട്ടാം. സിനിമ പാട്ടിസ്റ്റ് ഉണ്ടാവും, അതും കൂട്ടാം. നാടൻ പാട്ടിസ്റ്റ് ഉണ്ടാവും, അതും ഉണ്ടായിക്കോട്ടെ. ചെഞ്ചോര ചുണ്ടിനയുണ്ട്, നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. ചെഞ്ചോര ചുണ്ടിനയുണ്ട്, നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. പതറൊത്ത പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തോലിപ്പിച്ചു ചേലിൽ. പതറൊത്ത പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തോലിപ്പിച്ചു ചേലിൽ. കസവണിഞ്ഞ തെങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു, കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു. കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു, കസവണിഞ്ഞ തെങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു. പടവാള് മിഴിയുള്ളോള്, പഞ്ചാര മൊഴിയുള്ളോള്, പടവൊന്നും തീരിയുള്ള പൂങ്കരിത്തേവി പെണ്ണ് സൈനബാ ബീവി. என்ன சுத்தி நாயனாறு வெட்டு கத்தி. പടത്തില് നല്ലൊരു ചെറിയ വേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പടം കണ്ടാരൊന്ന് കഴിവൊക്കെ. രണ്ടാമത് പിന്നെ എന്തൊക്കെ കാണാൻ. രണ്ടാമത് ഷിക്കു അഭിനയിച്ച പടമാണ് മറ്റേ എന്താ മഹേഷിന്റെ കിണർ, ഡെർബി അല്ലേ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഗോളാഗോളം. എന്തായാലും പടമൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാം. ആ ഇവരെ വല്യന്മാരൊന്നും ഒരിക്കലും കാണൂല. ഒരു ആദ്യം തന്നെ എന്നെ തല്ലിടയിൽ തന്നെ എതിരാണ് ഒരു. അതെ, എനിക്ക് തല്ല് തരുന്നതിന് ഭയങ്കര എതിരുള്ളൊരു മനുഷ്യന്മാര് ഞാൻ കണ്ടില്ല, ഇവര് മാത്രമേ ഉള്ളൂ. എന്താ എന്ത് പറച്ചിലുണ്ട് നമ്മളോട്, എന്തിനാ മനയായ കുട്ടീനെ അങ്ങനെ തല്ലണോ അതിന് ചെയ്യലൊക്കെ അങ്ങനെ പറയുന്ന വല്യന്മാരുണ്ട് നമ്മളോട്, നേരിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരെ പൂജ എന്താണോ സത്യത്തിൽ ഈ അടി കൊള്ളുണ്ട് എന്നാണ്. അടി ഒറ്റ ഒന്നും കൊണ്ടിട്ടില്ല, കൊണ്ടക്കണേ ഇതിന് ജീവൻ ഉണ്ടാവുമോ? കണ്ട അടിയൊക്കെ കൊണ്ടാല് അപ്പോ ചിലത് തട്ടും, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിന് വല്യമാരെ അതിന് വേറൊരു ഇതുണ്ട്. എനിക്കിന്റെ പച്ചി തൻ്റെ ഇടം കുറച്ച് ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടി ഒരു മരുന്ന് തരുന്നുണ്ട്. അത് എന്താ പറയുക നിങ്ങൾക്ക്, താക്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലേഖയുണ്ട്. അത് എനിക്കായിട്ട് കൊടുന്നതാ. കണ്ടുക്കളോ? നിങ്ങളൊക്കെ ഒന്ന് ഒച്ച ഉണ്ടാക്കി എത്ര ഉണ്ടാക്കണോ ആറി നല്ലതാ സാധനം, നമ്മള് പരസ്യം ചെയ്തതില് ഒരു ബെറ്റർ സാധനം അല്ലേ. അതെ, അപ്പൊ അതൊക്കെ തിന്നോണ്ടാണ് ഇത്തിരി ഉസറും വല്ലാതെ കൊടുക്കൂല, കൊടുത്താ പിന്നെ സബ്സ്ക്രൈബ് ആ സംഭവമൊക്കെ ചെയ്തോണ്ട് എന്തായെന്നറിയോ, ഒരു 4 സിനിമയിൽ ഞങ്ങൾക്ക് രണ്ടാക്കും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് ഞങ്ങളെ കഴിവ് കാരണം കൊണ്ട് മാത്രമല്ല, ഞങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും ഞങ്ങളെ ഉയർത്തിയെടുത്ത അല്ലേ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ തന്നെ നല്ലൊരു കയ്യടി അടിക്കണം. വേണ്ടേ പോരാ, ഒന്ന് ഉഷാറാവണം, എന്നാലും എല്ലാം ഉഷാറാവണം. അപ്പോൾ കൊമ്പങ്ങാട് തറവാട്ടിലെ മൂത്ത അതിഥി പച്ചീനെ നമുക്ക് ക്ഷണിക്കല്ലേ? എന്താ പറയണ്ടേ, കേൾക്കണ്ടേ? എന്താ പറയുള്ളത്, ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ലെബൻ സ്പോർട്ടിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതാ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ പാണ്ടിക്കാടുള്ള മുത്തുമണിയുള്ള എല്ലാവരെയും കാണാൻ സാധിച്ചാലും അതിലേറെ സന്തോഷം. കാരണം വൈകുന്നേരമായ നിങ്ങളെ കേസിൽ എന്തായാലും ഞങ്ങളെത്തും. നിങ്ങളെ കാണാൻ ഇതുവരെ നമുക്ക് ഓരോ അവസരം തരുന്നത് ഇതുപോലത്തെ ഓരോ ഷോപ്പിന്റെ ഉടമകളാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് നല്ലൊരു കൈ കൊടുത്താണ്. വേറെന്താ പറയാ, ഒന്ന് കളറാക്കിയിട്ട് പോകാൻ, കാരണം കണ്ട കുട്ടികളൊക്കെ കൂടിയതല്ലേ. ഉപ്പച്ചിക്കും മോൻക്കും നല്ലൊരു കയ്യടി ആദ്യം തന്നു കഴിഞ്ഞാൽ ഉഷാറാക്കാൻ പറ്റും. പോരാ, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്ക്. അപ്പോ വേറൊന്നല്ല, ദി ലെബൻ സ്പോർട്ടിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഞങ്ങളെ രണ്ടാളെ ക്ഷണിച്ചതിന് ആദ്യം ഞങ്ങൾ നന്ദി പറയാണ്. പിന്നെ നിങ്ങളൊക്കെ ലൈക്കും ഫോളോസും
പറഞ്ഞ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ കൊണ്ടിട്ട് അല്ലേ? അതാണ് ഓല് തല്ല് കാണാനാണ് ആ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കണത്. അപ്പോ തല്ല് ഇന്ന് വേണ്ട, ഇന്ന് നമുക്ക് പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് തമർത്തിയിട്ട് മിമിക്രി ഒക്കെ ചെയ്തിട്ട് പോരെ? പോരാ ഒക്കത്തിന്റെ മുഖണ്ട് വാടി തല്ലിന്റെ അറിഞ്ഞപ്പോ എനിക്ക് ഇത്ര ഇഷ്ടം എനിക്ക് തല്ലിട്ടേ തന്നെ നോക്കിപ്പോ ഇങ്ങോട്ട് തിന്നാ ഏതായാലും ഒരു അടി കടിച്ചിട്ട് തല്ലണ്ട അത് മോശാടാ, തല്ലാൻ പാടില്ല. എന്നാ തല്ലണം എന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് എല്ലാവരും ഉസാറാക്കിയുണ്ട്. ആണോ? ശേ വേണ്ടിണ്ടായില്ലേ? തല്ലണല്ലോ, തല്ലണോ? എത്തങ്ങളെന്നല്ലേ തുടക്കം കുറിച്ച പിന്നെ എത്താണ്ട് എന്നോടാ ചോദിച്ചത്. അവിടെ തല്ലി കൂടിയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മളെ വീഡിയോയില് വല്ല നമ്മളെ വീഡിയോസൊക്കെ കാണില്ലേ? ജാൻമണീന്റെ വീഡിയോ കണ്ടുണ്ടോ? അപ്പൊ ആ ഡയലോഗോട് കൂടിയിട്ട് അടിച്ചോളി. യാരത് കൊമ്പക്കാട് കോയ വാതിലോർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതിലോർക്കെ ജുമാക്കോകാൻ നേരായി. ഉണ്ണക്കൊണ്ണ് ഒരത്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിക്കുളിയെ കുൽസി വിചാരിച്ച് നടന്നിട്ടില്ല, പിന്നെ ലജ്ജ് എന്താ അത്രേ? എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. പോയിക്കോ പോരെ, നല്ലൊരു കൈഡി അടിച്ചാണ്. ഈ പാട്ട് എത്ര പേർക്ക് അറിയാം? പാടൂലേ? പാടോ? ഓക്കെ ഓക്കെ. സൂര്യ